മുമ്പ് നമ്മൾ ഓൺലൈനിലൂടെ ഒരു കൗൺസിലിംഗ് സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രശസ്തനായ കരിയർ മേഖലയിലുള്ള ജക്കരിയ സാറാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജക്കരിയ സാറായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജക്കരിയ സാറിനോട് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്, സാർ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ കാനഡയിലേക്ക് പോവുക, UK പോവുക എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ സാറ് വളരെ ചിരിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ ചോദിച്ചത് കാനഡയിലേക്ക് UK ഇപ്പോഴത്തെ ട്രെൻഡ് അതൊന്നുമല്ല, ബംഗ്ലാദേശിലേക്കും ശ്രീലങ്കയിലേക്ക് പോലും നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് എന്ത് എന്നതിന് ഉത്തരം പലപ്പോഴും കുട്ടികൾക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് രക്ഷപ്പെട്ടു പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യാഥാർത്ഥ്യവുമായി ഒട്ടും ബന്ധമില്ലാത്ത ചില ഓവർ എക്സ്പെക്ടേഷൻ എന്നാണോ ഇതിന് പറയേണ്ടി വരും. എക്സ്പെക്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, തീർച്ചയായും ഓവർ എക്സ്പെക്ടേഷൻ ഈ പുതുതലമുറ കുട്ടികൾക്കുണ്ട്. അത് എങ്ങനെ വന്നു, അത് കുറച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പരിഹരിക്കേണ്ടത് ഇതൊക്കെ ഇതൊരു പ്രശ്നമായി ഇഷ്യൂ നിന്നാൽ പോരല്ല, അതിന്റെ സൊല്യൂഷൻ കൂടി വേണ്ടേ. സാമൂഹ്യ മാധ്യമങ്ങള് ഇപ്പോ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ വളരെ ഓണ്ടർപ്രണർഷിപ്പ് ഏറ്റെടുത്ത അല്ലെങ്കിൽ സംരംഭകരായ ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവര് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമ്പാദിച്ചിട്ടുണ്ട്, ഹലാലായ മാർഗത്തിൽ തന്നെ ചെയ്തവരുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ്. എന്നാൽ അവരൊന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല അത് ഉണ്ടാക്കിയത്. മണി ഏണിംഗ് ബിസിനസ്, ഒരു സംരംഭം അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗ്രാജ്വലിയാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ കുട്ടികള് ഷോർട്ട് കട്ടാണ് അന്വേഷിക്കുന്നത്. ഏതൊരു സംരംഭത്തിനും ഷോർട്ട് കട്ടായിട്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കാം. ഇതിനുള്ള മാർഗം എന്ത്, ഇതാണ് ഇവർ അന്വേഷിക്കുന്നത്. ഇതാണ് മറ്റു പലരും പറഞ്ഞു കൊടുക്കുന്നത്. ഇത്തരം ട്രാപ്പിൽ കുട്ടികൾ അകപ്പെടുമ്പോ ആ ട്രാപ്പിന്റെ ആസ്വാദനത്തിൽ, അതൊരു തരം ആസ്വാദനമാണ്. കാരണം അവർക്ക് ഒരുപാട് ത്രിൽ, കാരണം ഇന്ന ആള് പോയിട്ട് ഇന്ന പൈസ കിട്ടിയിട്ടുണ്ട്, ഇന്ന സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഇന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, ഇന്ന പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് പറയുമ്പോൾ ഈ കുട്ടികൾ അതിൽ വിശ്വസിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് യഥാർത്ഥത്തിൽ അതല്ല, ലൈഫില് ഒരു വിജയം കിട്ടണമെങ്കിൽ കൃത്യമായ പഠനം വേണം.